തീവ്രത കുറവായിരിക്കും. എനിക്കറിയില്ല, എനിക്കറിയില്ല. എനിക്ക് എന്റെ കേസ് മാത്രമേ അറിയൂ. ഞാൻ അതിൽ സത്യസന്ധനാണ്. ഞാനൊരു കേസിൽ പ്രതിയല്ല. ഞാനൊരു അങ്ങനെ ചെയ്തോട്ടെ, നിങ്ങൾക്ക് തെളിയുമല്ലോ, നിങ്ങൾക്കത് തെളിയുമല്ലോ. നിങ്ങൾക്ക് കേസിന്റെ സാങ്കേതികമായിട്ട് പ്രതിയാണ്. നിങ്ങൾക്ക് എനിക്ക് പറയാൻ പറ്റുന്നതാണ് ഞാൻ കുറ്റക്കാരനല്ല എന്ന്. അത് ഔദ്യോഗികം പറയേണ്ടത് കോടതിയാണ്. അത് കോടതി പറയും. ഇല്ല, കുറ്റപത്രം വായിച്ചിട്ടില്ലല്ലോ. കുറ്റപത്രം വായിക്കുമ്പോൾ അതിൽ A3 അവരുടെ ഡിസ്ചാർജ് പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുക. ചുമയുണ്ടല്ലോ. ഇനി എന്താണ് പ്രതീക്ഷിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ താങ്കൾ പാർട്ടിക്കൊപ്പം നിൽക്കുമോ? ഞാന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടിയുറച്ച പ്രവർത്തകനാണ്. എനിക്ക് എന്റെ ലീഡേഴ്സിന് വിശ്വാസമുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്ന തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. പ്രതീക്ഷിക്കുന്ന തീരുമാനം ഇല്ലെങ്കിൽ അങ്ങ് 2020 ഞാൻ എന്നും കോൺഗ്രസ് പ്രവർത്തകനാണ്. ഞാനൊരു NDA മുന്നണിയിലേക്ക് ഒരിക്കലും പോകുന്ന ഒരാളല്ല. ഞാനൊരു വർഗീയവാദി അല്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് അനുകൂലമായ തീരുമാനം പാർട്ടിയിൽ ഉണ്ടാകും. ഇല്ലെങ്കിൽ NDAയിലേക്കോ മറ്റൊരു പാർട്ടിയിലേക്കോ ഇല്ല, ഞാനൊരു പാർട്ടിയിലേക്ക് പോകണത്. എന്നെ 2 തവണ MLA ആക്കിയ എന്റെ പാർട്ടിയല്ലേ, എന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയ എന്റെ പാർട്ടിയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആഗ്രഹിച്ചത് ഒരു പഞ്ചായത്തിലെ മെമ്പർ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടു. അവിടെ എന്നെ ഇവിടം വരെ ഉയർത്തിയത് എന്റെ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തോടാണ് എനിക്ക് കൂറും കടപ്പാടും. ഇല്ല, എന്നെ ഒന്നും അറിയിച്ചിട്ടില്ല. ഈ അങ്ങക്ക് ശരിക്കും പറഞ്ഞാൽ പലരും ഗോഡ് ഫാദർമാരുണ്ട്. പാർട്ടി ആവുമ്പോ അങ്ങനെയാണല്ലോ കോൺഗ്രസിൽ. ഈ ഗോഡ് ഫാദർമാർ ഇല്ലാത്തതാണ് അങ്ങയുടെ അയോഗ്യത എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അല്ല, എനിക്കൊരു ഫാദർ ഉണ്ടല്ലോ, അത് മതി. എപ്പോഴും ഏതെങ്കിലും രൂപത്തിൽ എടുക്കാനൊക്കെ ഗോഡ് ഫാദർമാരാണ് കോൺഗ്രസിൽ സ്വാഭാവികമായിട്ട്. എല്ലാ കോൺഗ്രസിലെ തലമുതിർന്ന എല്ലാവർക്കും എന്നോട് ഇഷ്ടമാണ്. എല്ലാവർക്കും എന്നോട് ഇഷ്ടമാണ്. KC വേണുഗോപാലിന് എന്നെ ഇഷ്ടമാണ്. അങ്ങനെയല്ല, ആ ഇഷ്ടമല്ല, എന്നെ വലിയ ഇഷ്ടമാണ്. എന്നെ വാത്സല്യത്തോടു കൂടി നോക്കുന്നവരെല്ലാവരും. എനിക്ക് എത്ര വർഷം സീറ്റ് കിട്ടണോ അത്രയും വർഷം ജയിക്കും. എത്ര നാള് സീറ്റ് വേണം അത്രയും നാൾ ജയിക്കും ഞാൻ. അല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എനിക്ക് എത്ര നാൾ സീറ്റ് തരുന്നു അത്ര നാൾ ഞാൻ ജയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ മറ്റുള്ളവരുടെ സാധ്യതയല്ലല്ലോ. ഞാൻ പഞ്ചായത്ത് മെമ്പറാൻ ആഗ്രഹിച്ച ഒരാളാണ്. എന്നെ പാർട്ടി ഇതുവരെ ഉയർത്തി എന്നതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ പറഞ്ഞത് എനിക്കൊരു ആഗ്രഹം ഇല്ലാതിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ചെറിയ ആഗ്രഹത്തിൽ നിന്നാണ് ഞാൻ വളർന്നു വന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി എന്താണ് അങ്ങയുടെ മുന്നിലെ പദ്ധതി? നേതാക്കന്മാരെ കാണുന്നുണ്ടോ? ഒരു യാത്ര പോകുന്നുണ്ടോ? എന്താ ചോദിച്ചത്? യാത്രയുണ്ടോ? അല്ല, ആദ്യം എന്താ ചോദിച്ചല്ലോ? അദ്ദേഹത്തിന്റെ ഗതി അധോഗതി. ദില്ലി യാത്രയുണ്ടോ? അല്ല, ഞാന് ആവശ്യം വന്നാൽ പോകും. അതിനുള്ള ഒരുക്കമുണ്ട്. അല്ല, ആവശ്യം വന്നാൽ പോകണല്ലോ. അല്ല, നേതാക്കൾ എപ്പോഴും ബന്ധപ്പെടും. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഉള്ള ബന്ധപ്പെടലല്ല. ലീഡേഴ്സ് എപ്പോഴും ബന്ധപ്പെടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക സ്വാഭാവികമാണല്ലോ. ഞാൻ എന്നും ഒരുങ്ങി നിൽക്കുകയാണ്. നാളെ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ടത് ഒരുങ്ങിയിരിക്കണ്ടേ? അതിനുള്ള തയ്യാറെടുപ്പിൽ എപ്പോഴും നിൽക്കുന്ന ഒരാളാണ്. എന്ത് പെട്ടി ഉദ്ദേശിച്ചത്? ഞാൻ അങ്ങനെ എപ്പോഴും തയ്യാറെടുപ്പാ. എന്റെ ബാഗിൽ വണ്ടിയിൽ എന്നും 4-5 ഡ്രസ് ഉണ്ടാകും, ബാഗ് ഉണ്ടാകും. ആവശ്യം വന്നാൽ ഡൽഹിക്ക് പോകും, ആവശ്യമില്ലെങ്കിൽ തിരിച്ചും പോരും. അതൊക്കെ ചെയ്തു. എന്തോ? അതെ, അതെല്ലാം ചെയ്തു വെക്കണ്ടേ? അല്ലെങ്കിൽ അല്ല, ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ 2025 ജനുവരി 2 മുതൽ ആരംഭിച്ച ഗ്രാമയാത്രയാണ്. 117 ദിവസം. നിയമസഭ ഉള്ളപ്പോൾ ഉണ്ടായിട്ടില്ല, മഴയുള്ളപ്പോൾ ഉണ്ടായിട്ടില്ല. ബാക്കി എല്ലാ ദിവസവും ഞാൻ വീട് കയറുകയാണ്. അത് എന്തോ 10 രൂപ കൊടുക്കേണ്ടത് ആലോചിക്കുന്നത് AICC അല്ലേ? എല്ലാം നൽകിയിട്ടുണ്ട്. എല്ലാം ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കാം. ഈ കേസിന്റെ പ്രശ്നവും കേസിന്റെ രേഖകൾ ഹാജരാക്കാൻ ഹൈക്കമാൻഡ് പറയുന്നത് അതെങ്ങനെയായി ചർച്ച? അതെല്ലാം ഞാൻ നേരത്തെ തന്നെ എന്നോട് ആവശ്യപ്പെട്ടു. എന്റെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർ ചോദിച്ചു. അത് കൃത്യമായി ചെന്ന് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട AICC നിയോഗിച്ച വ്യക്തിയുടെ അടുത്ത് ഞാൻ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധികളാണ് ജീവിതത്തിൽ ഏറ്റവും മുന്നിലുള്ള നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങൾ. ആ പ്രതിസന്ധിക്കൊടുവിൽ ഞാൻ അതിജീവിക്കും.
ഞാൻ മത്സരിക്കും, വിജയിക്കും. ഓക്കെ